അമ്മ വഴിയെ 6-ാം ദിവസം. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. നിയോഗം. നമ്മുടെ എല്ലാം ആന്തരിക മുറിവുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വചനം. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 5-ാം തിരുവചനം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഇന്നത്തെ ത്യാഗപ്രവൃത്തി മനസ്സിലെ എല്ലാ വേദനകളെയും സമർപ്പിച്ച് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം ഏറ്റുചൊല്ലണം. വേദനിപ്പിച്ചവരെ അനുഗ്രഹിച്ച് 5 മിനിറ്റ് പ്രാർത്ഥിക്കണം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ പിറന്നാളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ 8 നോമ്പിൻ്റെ 6-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്കിന്ന് പ്രത്യേകമായി സമർപ്പിക്കാനുള്ളത് മാനസികമായി മുറിവേറ്റ് കഴിയുന്ന ആളുകളെയാണ്. ആന്തരിക മുറിവുകൾ ഉള്ള ആളുകൾ. ഇങ്ങനൊരു കാര്യമുണ്ടോ എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിച്ചേക്കാം. ആന്തരിക മുറിവ് പലരും ഒരുപക്ഷെന്നുണ്ടെങ്കിൽ തമാശ രീതിയിലെങ്കിലും അങ്ങനെ ചിന്തിച്ചേക്കാം. പക്ഷേ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മുറിവേറ്റ് ആരോടുമൊന്നും പറയാൻ പോലും പറ്റാതെ തളർന്നു പോകുന്ന ഒരുപാട് ജീവിതങ്ങളെ, ജന്മങ്ങളെ കാണുന്നത് കൊണ്ട് പറയുകയാണ്, കാലങ്ങളായി ഇവരനുഭവിക്കുന്ന ഈ സഹനങ്ങൾക്ക് പരിശുദ്ധ അമ്മ ഇന്ന് ഒരു പരിഹാരം ചെയ്തു തരാൻ ആഗ്രഹിക്കുക. സ്നേഹമുള്ളവരെ, മനസ്സ് ശരിയായാൽ എല്ലാം ശരിയാകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ എടുക്കുന്ന ധ്യാന ചിന്ത ലൂക്കായുടെ സുവിശേഷത്തിലെ 2-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ ശമയോൻ പരിശുദ്ധ അമ്മയെ നോക്കി പറഞ്ഞ ആ വചനം, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. പരിശുദ്ധ അമ്മയ്ക്കുടെ ഒരു നിയോഗമായിരുന്നു ഈ വാൾ. അമ്മ മുറിവേറ്റവളാണ്. 7 വ്യാകുലങ്ങൾ നിറഞ്ഞ അമ്മ. ഈ അമ്മയുടെ മുറിവുകൾ അമ്മ ഏറ്റതുകൊണ്ടും അമ്മയ്ക്ക് നമ്മുടെ മുറിവുകളെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മുറിവേറ്റവൾ നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ശക്തി നമുക്കായി അയച്ചു തരും. നമുക്ക് അമ്മയോടൊപ്പം ഭക്തിയോടെ, പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിലായിരിക്കാം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മുറിവേറ്റ് കഴിയുന്ന, ക്ഷതമേറ്റ് കഴിയുന്ന, ചതഞ്ഞു കഴിയുന്ന ആളുകളെ പ്രത്യേകം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൊന്ന് ചേർത്ത് വെക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. കാലങ്ങളായി തകർന്നു കഴിയുന്ന പ്രിയപ്പെട്ട മക്കളുടെ മേൽ സ്വർഗത്തിൻ്റെ സമാശ്വാസ തൈലം അമ്മ ഒഴുക്കണമേ. സൗഖ്യം നൽകണമേ. പരിശുദ്ധമായ സാന്നിധ്യത്താൽ ഈ മക്കൾ ആനന്ദത്തിൽ ജീവിക്കാൻ ഇടവരുത്തണമേ. ഇവരുടെ വിഷാദങ്ങളെ എടുത്തു മാറ്റണമേ. മനസ്സിൽ ഒരുപാട് മുറിവും കൊണ്ട് നടക്കുന്ന അനേകരുണ്ടല്ലോ അമ്മേ. അമ്മ അവരോടൊപ്പം ഉണ്ടാകണമേ. അവരെ ചേർത്ത് പിടിക്കണമേ. ആശ്വാസം നൽകണമേ. സ്വർഗം കൂടെയുണ്ട് എന്ന വലിയ ബലം നൽകണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ മനസ്സിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് ഒരുപാടൊന്നും പറഞ്ഞു തരേണ്ടതില്ല. മനസ്സ് ശരിയായാൽ എല്ലാം ശരിയാകും. മനസ്സ് തെറ്റിപ്പോയാൽ, മനോനില തെറ്റിപ്പോയാൽ പിന്നീട് വലിയ പാടാണ് ഭൂമിയെ, പരിസരത്തെ ഒന്ന് ക്രമപ്പെടുത്താൻ. അതുകൊണ്ട് നമ്മുടെ ഈ ദുഃഖഭാരങ്ങൾക്ക് കാരണമാകുന്ന വിഷയങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് നിന്ന് സമർപ്പിക്കാം. ദുഃഖഭാരത്തിൽ നടക്കുന്ന ആളുകളുണ്ട്, കുറ്റബോധങ്ങളിൽ നടക്കുന്നവരുണ്ട്, നഷ്ടബോധങ്ങളിൽ നടക്കുന്നവരുണ്ട്, അവഗണനയേറ്റ് നടക്കുന്നവരുണ്ട്, നിന്ദയും പരിഹാസങ്ങളും ഏറ്റ് നടക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് ഈ മുറിവിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റാതെ നമ്മളും ഈ മുറിവിൽപ്പെട്ട് തകർന്നു പോകുന്നത്? ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മ നമ്മളുടെ മുന്നോടിയായി
ഹൃദയത്തിൽ മുറിവേറ്റവളാണവൾ, അവൾ വ്യാകുലങ്ങൾ ഏറ്റവളാണ്. പക്ഷേ ഈ വ്യാകുലങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ സൗഖ്യത്തിൻ്റെ തീർത്ഥമൊഴുക്കി ഈ ലോകത്തെ വിമലീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. എവിടെയൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ചാടിയിറങ്ങി പ്രത്യക്ഷീകരണങ്ങൾ നൽകി അനേകർക്ക് സൗഖ്യവും വിടുതലും ആശ്വാസവും നൽകുന്നുണ്ട്. ആദ്യമേ നാം മനസ്സിലാക്കേണ്ടത് അമ്മ നമ്മളോടൊപ്പമുണ്ട്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് മുറിവും ചതവും ഇല്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നിരാശകളിലും കുറ്റബോധങ്ങളിലും ഭയങ്ങളിലും നഷ്ടബോധങ്ങളിലും ദുഃഖഭാരങ്ങളിലും കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മകളിൽ കുടുങ്ങിക്കഴിഞ്ഞുകൊണ്ട് വേദനയോട് നെടുവേർപ്പെടുന്നവരും നൊമ്പരപ്പെടുന്നവരുമുണ്ട്. മടുപ്പും മന്ദതയും അനുഭവിക്കുന്നവരുണ്ട്. പിന്മാറ്റത്തിൽ ജീവിക്കുന്നവരുണ്ട്. ജീവിതം മതിയാക്കിയാലോ എന്ന് പോലും ആലോചിക്കുന്നവരുണ്ട്. ഉൾവലിവിലും അപകർഷതകളിലും കഴിയുന്നവരുണ്ട്. ലൈംഗികമായിട്ടുള്ള വൈകൃതങ്ങളിൽ നിന്ന് ഒരിക്കലും മോചനമില്ലാതെ വല്ലാതെ ഉലഞ്ഞു പോകുന്നവരുണ്ട്. നീരസങ്ങളിലും ആസക്തികളിലും ക്ഷോഭങ്ങളിലും പെട്ട് കഴിയുന്നവരുണ്ട്. പ്രതികാര ചിന്തകളിൽ കഴിയുന്നവരുണ്ട്. ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും പറ്റാതെ കഴിയുന്നവരുണ്ട്. മനസ്സ് ശരിയാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ മുറിവേറ്റ് നടന്നാൽ നമുക്കറിയാം, ഒരു മുറിവേറ്റ മൃഗമാണ് ഏറ്റവും കൂടുതൽ അപകടകാരി. ആളുകളെ മുഴുവനും മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ അമ്മയെക്കുറിച്ച് പറയുന്നത്, അമ്മയുടെ മനസ്സ് മുറിവേറ്റതെങ്കിലും വ്യാകുലവാളാൽ പിളർന്നതാണെങ്കിലും അമ്മ ആരെയും മുറിവേൽപ്പിക്കില്ല. മാത്രമല്ല, അമ്മ എല്ലാ തരത്തിലും തലങ്ങളിലും സൗഖ്യം പ്രദാനം ചെയ്യുകയും ചെയ്യും. എങ്ങനെയാണ് ഇതിന് സാധിക്കുക? ഇത് നാം മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. മുറിവേറ്റത് ഒരുപാട് ആളുകളെ മുറിവേൽപ്പിച്ച് നമ്മൾ ജീവിതത്തിൻ്റെ ദുരിതം വർദ്ധിപ്പിക്കാതെ പരിശുദ്ധ അമ്മയുടെ ഗൗരവത്തോടെ ഈ ദിവസങ്ങളിൽ ചേർന്ന് നിന്നുകൊണ്ട് നമ്മളുടെ മുറിവുകൾക്ക് സൗഖ്യം കണ്ടെത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, മുറിവേറ്റ ആളുകൾ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ട്, പാരസ്പര്യങ്ങൾ നഷ്ടപ്പെട്ട്, ബന്ധങ്ങൾ മുറിച്ചു കളഞ്ഞ്, അസ്വസ്ഥതകൾ കാണിച്ച് അനേകരെ മുറിപ്പെടുത്തിയൊക്കെ ജീവിക്കുന്നുണ്ട്. അവരനേകരെ മുറിപ്പെടുത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷേ ഈ മുറിവുകളെക്കുറിച്ച് മനസ്സിലാകാതെ അവരുടെ ജീവിത വിളിമ്പിൽ തീരത്ത് നിൽക്കുന്നവരൊക്കെയാണ് തകർന്നു പോകുന്നത്. പെട്ടെന്നായിരിക്കും ഈ ആക്രമണങ്ങൾ, പൊടുന്നനെയായിരിക്കും ഇവരുടെ പ്രതികരണങ്ങൾ. അങ്ങനെ തളർന്നു പോകുന്ന അനേകരുണ്ട്. അതിനാൽ മുറിവേൽക്കാതെ നിൽക്കുക എന്നതിലപ്പുറം ഏറ്റ മുറിവുകളെ സൗഖ്യപ്പെടുത്തി നിൽക്കുക എന്നുള്ളതാണ് ക്രിസ്തീയമായ ധർമ്മം. അതിന് ദൈവം സുവിശേഷത്തിൻ്റെ വഴികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രസാദാത്മകമായ വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടക്കാൻ നാം പരിശീലിക്കുന്നുണ്ട്. അതിനാൽ ഈ ദിവസത്തെ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. മുറിവേറ്റവർക്ക് വേണ്ടി, ആന്തരിക ക്ഷതമേറ്റവർക്ക് വേണ്ടി ഈ ദിവസം നമുക്ക് മാറ്റിവെക്കുകയും ചെയ്യാം. ഈ മുറിവിനെ നമുക്ക് ഈ സുനാമി കണക്കെയാണിത്. സുനാമികൾ എങ്ങനെയാണ് ഉണ്ടാകുക? ഇത് പഠനം നടത്തിയവർക്കറിയാം. ഉൾക്കടലിൻ്റെ അടിത്തട്ടുകളിലൊക്കെ ഇളകിക്കിടക്കുന്ന വലിയ പാറക്കഷണങ്ങളുണ്ട്, വലിയ മലകളുണ്ട്. ഈ ഇളകിക്കിടക്കുന്ന മലകളുടെ ഘർഷണമാണ് തീരത്ത് വലിയ സുനാമികളായി മാറുക. ഇതുപോലെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഭാഗമാകാതെ കിടക്കുന്ന പലതും, നമ്മളുടെ സ്വന്തമാക്കാൻ ഇതുവരെയും പറ്റാതെ ഇളകിക്കിടക്കുന്ന വികാരങ്ങൾ, ഇളകിക്കിടക്കുന്ന നമ്മളുടെ സ്വഭാവ പ്രത്യേകതകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വിളിമ്പിൽ നിൽക്കുന്നവരെ അങ്ങനെ വല്ലാതെ ഉലച്ചു കളയും, സുനാമി കണക്കെ. അതുകൊണ്ട് നമ്മുടെ ഭാഗമായി ഇതിനെ മാറ്റണം. നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ദൈവം ഇതിനെ അലിയിച്ചു തരും. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈ ദുരിതങ്ങളോ വാളുകളോ എടുത്തു മാറ്റുകയല്ല, മറിച്ച് ദൈവം പറയുകയാണ്, 7 വാളുകൾ നിൻ്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറും, അതവിടെ ഉണ്ടാകും. ഈ മുറിവുകളും മുള്ളുകളും ഈ ചതവുകളും ക്ഷതങ്ങളും ഉള്ളപ്പോൾ തന്നെ എങ്ങനെ നമുക്ക് സൗഖ്യമുള്ളവരായി ജീവിക്കാൻ പറ്റും, അനേകരെ സുഖപ്പെടുത്താൻ പറ്റും. നമുക്കറിയാം, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മുറിവേറ്റ ആൾ അമ്മയുടെ ഗർഭപാത്രത്തിലെ മുറിവേൽക്കുകയാണെങ്കിൽ അവൻ്റെ പേരാണ് ഈശോ. ഗർഭത്തിലെ സംശയിക്കപ്പെട്ട കുഞ്ഞിൻ്റെ പേരാണ് ഈശോ. ആ ഗ്രാമം വളരെ പെട്ടെന്ന് കാര്യങ്ങളൊന്നും മറക്കില്ല. ഭർത്താവില്ലാതെ ഗർഭിണിയായി കാണപ്പെട്ടതാണ്. ഒരുപാട് പരിഹാസങ്ങളും നിന്ദനങ്ങളും അങ്ങിങ്ങായി ഉയർന്നിട്ടുണ്ടാകും.
അതെല്ലാം കേട്ടിട്ടാണ് ഈ കുഞ്ഞിനെ അമ്മ ഗർഭത്തിൽ വഹിച്ചത്, പ്രസവിച്ചത്. മുറിവേൽക്കാനാണെങ്കിൽ ഈശോയായിരുന്നു ഏറ്റവും കൂടുതൽ മുറിവേൽക്കേണ്ട ആൾ. പക്ഷേ ഈശോ ജനത്തെ നോക്കി, ആ കാലഘട്ടത്തിലെ നേതാക്കന്മാരെ നോക്കി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: നിങ്ങളിൽ ആർക്കെന്നിൽ കുറ്റം ആരോപിക്കാൻ പറ്റും? നിങ്ങളിൽ ആർക്കെന്നിൽ കുറ്റം ആരോപിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ആ കാലഘട്ടത്തിൽ പലരും അവനെ ഭ്രാന്തനെന്നും ബെൽസബൂൽ ബാധിച്ചവനെന്നും ഗണികകളുടെ കൂട്ടുകാരനെന്നും ചുങ്കക്കാരൻ്റെ പക്ഷ പിടിക്കുന്നവരെന്നും ദരിദ്രരോട് പക്ഷം ചേരുന്നവനെന്നും ഒക്കെ കളിയാക്കിയെങ്കിലും ഈശോ ചോദിക്കുകയാണ്, നിങ്ങളിൽ ആർക്കെന്നിൽ കുറ്റം ആരോപിക്കാൻ പറ്റും? ഇത്രമേൽ മനസ്സിന് ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കാണാൻ പറ്റുമോ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ മനസ്സ് സൗഖ്യപ്പെട്ടു നിൽക്കുക എന്നുള്ളത് സ്വർഗത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനേറ്റവും നല്ല ആൾ, സ്വർഗം നമുക്ക് കനിഞ്ഞു തന്ന ജ്ഞാനമാണ് പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുക. ആ വഴിയിലൂടെ നമുക്ക് സ്വർഗത്തിൽ എത്തുന്നതിൽ തെറ്റില്ല. കാരണം അൽഫോൻസ് ലിഗോരി പറയുന്നത് പോലെ, ദൈവത്തിന് തെറ്റുപറ്റില്ലല്ലോ, ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല. ഭൂമിയിലെത്താൻ വേണ്ടി ദൈവം കണ്ടെത്തിയ വഴിയുടെ പേരാണ്, മാർഗത്തിൻ്റെ പേരാണ് പരിശുദ്ധ അമ്മ. അങ്ങനെയെങ്കിൽ അതേ മാർഗത്തിലൂടെ നമുക്ക് സ്വർഗത്തിലെത്താം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ഈ മുറിവുകളെ സൗഖ്യപ്പെടുത്താനാകും. അതുകൊണ്ട് അമ്മയോട് ചേർന്ന് നമുക്ക് ഈ ധ്യാന ചിന്തകളിലേക്ക് കടക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്, ഇത് എല്ലാവരുടെയും ഒരു ജീവിതാവസ്ഥയാണ്. ഈവൻ വിശുദ്ധ പൗലോസ്ലീഹ പോലും ഇങ്ങനൊരവസ്ഥയെക്കുറിച്ച് കുമ്പസാരിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിലാണ് ഈ പൗലോസ്ലീഹായുടെ കുമ്പസാരം. പൗലോസ്ലീഹ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല. സ്വർഗത്തെ കാണാൻ ദൈവം ഉയർത്തിയ ആളാണ്. സ്വർഗത്തിൻ്റെ ദർശനമുണ്ടായ ആളാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തുവാല കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുട്ടിച്ചിട്ട് ഈ അങ്ങ് അകലെ എവിടെയെങ്കിലുമുള്ള രോഗികളുടെ ദേഹത്ത് കൊണ്ടുവച്ചാൽ ആ രോഗികൾ സൗഖ്യപ്പെടും. അത്രമേൽ ശരീരത്തിൽ നിന്ന് പോലും ശക്തി ഒഴുകുന്ന, നിഴലിൽ നിന്ന് പോലും ശക്തി ഒഴുകുന്ന ആളാണ് പൗലോസ്ലീഹ. കുമ്പസാരിക്കുന്നൊരു കുമ്പസാരമുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്: ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് പ്രവർത്തിച്ചു പോകുന്നത്. ഇതൊരു മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. പൗലോസ്ലീഹ നന്മ ഒത്തിരി ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എല്ലാം തകർന്നു കിടക്കുകയാണ്. അദ്ദേഹം കുമ്പസാരിച്ചുകൊണ്ട് എല്ലാവരോടുമായി ഏറ്റുപറയുകയാണ്: എന്നിൽ ഒരു നിയമമുണ്ട്, പാപത്തിൻ്റെ നിയമം. ഈ നിയമം എന്നിലുള്ളത് കൊണ്ട് എനിക്ക് നന്മ റിസൾട്ടാക്കാൻ പറ്റുന്നില്ല. എന്നിൽ നിന്ന് പുറത്തു വരുമ്പോൾ തിന്മയാണ് വരുന്നത്. വീണ്ടും അദ്ദേഹം പറയുകയാണ്: എനിക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ അവയവങ്ങളിൽ എൻ്റെ അവയവത്തിൻ്റെ നിയമത്തോട് പോരാടുന്ന മറ്റൊരു നിയമമുണ്ട്. ഇങ്ങനെ പ്രത്യേകമായി ഈ പൗലോസ്ലീഹ അനുഭവിക്കുന്ന ഒരു ക്രൈസിസിനെ കുറിച്ച് പൗലോസ്ലീഹ പറയുകയാണ്. ഇതെന്താണ് നമ്മെ പഠിപ്പിക്കുന്നതെന്നറിയാമോ? ദിസ് വേൾഡ് ഈസ് ആൻ ഇംപെർഫെക്റ്റ് വേൾഡ്. അപൂർണമായൊരു ലോകമാണിത്, അപക്വമായൊരു ലോകമാണ്. ഇവിടെ ചതവുകളും മുറിവുകളുമുണ്ട്. അദ്ദേഹം പറയുകയാണ്: എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് നന്മയായിട്ടൊന്നും അല്ല. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്: ഞാനൊരു ദുർഭകനായ മനുഷ്യൻ, ഐ എം എ റെച്ചഡ് മാൻ. അങ്ങനെ പറയാൻ എന്താണ് കാര്യം? ആ വാക്കിൻ്റെ അർത്ഥം, ആശ്ചര്യകാർത്ഥം, ഞാനൊരു നാറിയ മനുഷ്യനെന്നാണ്. ദുർഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യൻ. എന്നിൽ നിന്ന് ഈ സുഗന്ധമല്ല വരുന്നത്, എന്നിൽ നിന്ന് ഒരു കെട്ട ഊർജമാണ് പുറത്ത് വരുന്നത്. എന്തേ ഇത്? ആഗ്രഹമുണ്ട്, പക്ഷേ റിസൾട്ടില്ല. ഇത് പൗലോസ്ലീഹ പറയണമെങ്കിൽ പാവപ്പെട്ട നമ്മുടെ അവസ്ഥ പറയണം. പ്രിയപ്പെട്ടവരെ, ഈ ചതവും മുറിവും, ഈ ലോകമേൽപ്പിച്ച പരിക്കുകളും അടിമത്തങ്ങളും നമ്മിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരുപാട് രോദനങ്ങളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ഇതിൻ്റെ പേരാണ് മുറിവുകൾ. അങ്ങനെ മുറിവേറ്റ് ജീവിക്കാനാണോ വിധി? അല്ല. പൗലോസ്ലീഹ പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ജീവിതത്തിൽ എടുക്കണം. പൗലോസ്ലീഹ പറയുന്നത്, ഐ എം എ റെച്ചഡ് മാൻ, ഞാനൊരു ദുർഭകനായ മനുഷ്യൻ.
എന്ന് പറഞ്ഞാൽ ഞാനൊരു കെട്ട ഊർജമുള്ള ഒരു തരം ദുർഗന്ധം വമിക്കുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിക്കുന്ന ആളിന് എങ്ങനെയാണ് മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താനാവുക? ഇത് നമ്മളുടെയും നിയോഗമാണ്, ഇത് നമ്മളുടെയും വിളിയാണ്. നാമം മുറിവേറ്റ് കഴിയും. പക്ഷേ ഈ മുറിവിൽ തുടർന്നാൽ നമുക്ക് ഭൂമിയിൽ സൗഖ്യം കൊടുക്കാൻ പറ്റില്ല. അമ്മയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ പറ്റാതാകും. അതുകൊണ്ട് അമ്മ നമുക്കിന്നൊരു പ്രസാദാത്മകമായ വഴി പറഞ്ഞു തരികയാണ്. നമുക്കിന്ന് സുന്ദരമായൊരു വഴി പറഞ്ഞു തരിക. ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാഠമാണ്. നമുക്കറിയാം, ഒരു ഉദാഹരണം പറഞ്ഞാൽ, പൗലോസ്ലീഹായുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ, ഞാനൊരു ദുർഗന്ധം വമിക്കുന്ന നാറിയ മനുഷ്യൻ, ഞാനൊരു കെട്ട മനുഷ്യൻ എന്ന് അദ്ദേഹം പറയുമ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തെ ഇങ്ങനെ ഒന്ന് ബന്ധപ്പെടുത്താം അതുമായി. നമ്മുടെ നാട്ടിൽ ഒരു ചേട്ടനും ചേച്ചിയും, അവർ രണ്ടുപേരും കൂടി മക്കളെ കാണാൻ വിദേശത്തേക്ക് പോവുകയാണ്. മക്കൾ രണ്ടുപേരും ദുബൈയിലാണ്. അവിടേക്ക് രണ്ടുപേരും കൂടി ഒരു മാസത്തെ ഒരു ലീവിന് പോവുകയാണ്. മക്കൾ വിളിച്ചതാണ്. അങ്ങനെ അവർ ടിക്കറ്റൊക്കെ എടുത്തു. പോകാൻ നേരത്തെ അയൽവക്കത്തുള്ള ചേച്ചിമാരുടെ അടുത്തൊക്കെ, അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരുടെ അടുത്തൊക്കെ പറയുമല്ലോ അല്ലേ, അതേ മക്കളെ ഒന്ന് വന്നേ, ഞങ്ങൾ വിട്ടിട്ടൊക്കെ പോവുകയാണ്, ഒരു മാസം ഇല്ല, വീടൊക്കെ ഒന്ന് നോക്കിക്കോണേ. അതിനെന്നാ ചേച്ചി നോക്കിക്കോളാൻ പോക്കോ. അങ്ങനെ ഇവർ വീടൊക്കെ ഏൽപ്പിച്ചിട്ട് പോയി തിരികെ വരുമ്പോൾ സന്തോഷത്തോടെ തിരികെ വരുന്നു. ആളുകൾ ചോദിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല യാത്രയായിരുന്നു. പക്ഷെ തിരികെ വന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിലൊരു കെട്ട ഊർജം, ഒരു തരം ദുർഗന്ധം. മെല്ലെ ജനാല തുറന്ന് നോക്കുമ്പോഴാണ് കാണുന്നത്, ദൈവമേ, ഒരു പന്നിയിൽ ചത്ത് ഇങ്ങനെ മേശപ്പുറത്ത് കിടപ്പുണ്ട്. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നാണല്ലോ. പന്നിയേലി അതുവഴി ഇതുവഴിയൊക്കെ ഓടി നടന്നു, എല്ലാം കഴിച്ചു. ആവശ്യത്തിലേറെ തടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വയ്യാതായി അവിടെ കിടന്ന് ചത്ത്. നമ്മുടെ വിഷയം ദുർഗന്ധം വമിക്കുന്ന, മുറിവേറ്റ് കഴിയുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയോട് നമുക്ക് 5 തരം പ്രതികരണങ്ങളാണ് സാധാരണയുള്ളത്. 5 തരം പ്രതികരണങ്ങൾ. ഒന്നാമത്തെ പ്രതികരണം ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു പാഠം പരിശുദ്ധ അമ്മ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഈ കെട്ട ഊർജമുള്ള ഈ വീട്ടിലേക്ക് സാധാരണഗതിയിൽ ചില ആളുകൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ വീടിന് ചുറ്റും നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. വീടിന് ചുറ്റും പ്രാർത്ഥിച്ച് നടന്നതുകൊണ്ട് പുറത്തെ അനുഷ്ഠാന വിധികളും കർമ്മങ്ങളും നമ്മെ ഒരിക്കലും ഈ വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരില്ല. നാം മനസ്സിലാക്കേണ്ടത്, നാം വരുത്തി വെക്കുന്ന സ്വയംകൃത അനർത്ഥങ്ങൾക്ക് ഈശോ മിശിഹ ഒരിക്കലും നേരിട്ട് ഇടപെട്ട് പരിഹാരം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഒരിക്കൽ ഈശോയുടെ അടുത്തേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരനുമായി വസ്തു പങ്കിടാൻ അങ്ങൊന്ന് ഇടപെടണം, അങ്ങ് അവരോട് പറയണം ഈ വസ്തു ഒന്ന് പങ്കിടാൻ അവനോടൊന്ന് സംസാരിക്കണം. ഈശോ അവനോട് മറുപടിയായി പറയുന്നത് എന്താണെന്നറിയാമോ? ദാറ്റ് ഇസ് നൺ ഓഫ് മൈ ബിസിനസ്. അതെൻ്റെ തൊഴിലല്ല. കാരണം എന്താണ് ഈശോ അങ്ങനെ പറഞ്ഞത്? ഇത് അവൻ വരുത്തി വെച്ചൊരു സ്വയംകൃത അനർത്ഥമാണ്. അവനിത് സഹിക്കാൻ പറ്റുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. അവൻ ഈശോടൊന്ന് പറയാണ്, കർത്താവേ നീ ഒന്ന് ഇടപെടണം. ഈശോ പറഞ്ഞു, നോ, ഇതെൻ്റെ പണിയല്ല, പൊക്കോ. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഈ വിഷയം അവൻ വീട്ടിൽ വെച്ച് സെറ്റിൽ ചെയ്യാനുള്ളതോ? ഒരു 5 സെൻറ്റ് സ്ഥലം വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം അവിടെ തീർന്നേനെ. അത് ഈശോയുടെ അടുത്തേക്ക്, പള്ളിയിലേക്ക് അവൻ എടുത്തുകൊണ്ട് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ അവനെ മെല്ലെ പറഞ്ഞങ്ങ് വിടുകയാണ്. സക്കേവൂസിൻ്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കുക. സക്കേവൂസിൻ്റെ ജീവിതത്തിൽ സക്കേവൂസിന് ഈശോയെ കാണണമെന്നൊരാഗ്രഹമുണ്ട്. അവൻ സിക്കമൂർ മരത്തിൽ വലിഞ്ഞു കയറിയിരുന്നു. ഈശോ ദാ ഇങ്ങനെ നടന്ന് അടുത്ത് വന്നു. ഈശോയുടെ ഉച്ചി ഇപ്പോൾ സക്കേവൂസിന് കാണാം. സക്കേവൂസ് നോക്കുമ്പോൾ ഈശോ താഴെ വന്നു. പെട്ടെന്ന് ഈശോ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ് കം ഡൗൺ. താഴെ ഇറങ്ങി വന്നപ്പോൾ സക്കേവൂസിന് ഒരു കാര്യം മനസ്സിലായി, മനുഷ്യൻ എൻ്റെ അടുത്താണെങ്കിലും എൻ്റെ ജീവിതം ഇവനിൽ നിന്ന് കാതങ്ങളകലെയാ. ഈശോ ഒരു വാക്ക് പോലും സക്കേവൂസിൻ്റെ ജീവിതത്തിൽ നേരിട്ട് ഇടപെടുന്നില്ല. ഈശോ വിളിച്ചില്ല, ഡാ വട്ടിപ്പലിശക്കാരാ, എടാ കൊള്ളപ്പലിശക്കാരാ, നീ എന്നാടാ കാണിക്കുന്നത്? ഒന്നും ചോദിച്ചില്ല. മറിച്ച് അവനെയും കൂട്ടി നടക്കുമ്പോൾ ഈ മനുഷ്യനാണ് സ്വയം തിരുത്തുന്നത്. ഈശോയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി, ഈ അനർത്ഥങ്ങൾ സ്വയംകൃത അനർത്ഥങ്ങളാണ്, ഞാൻ വരുത്തി വെച്ചതാണ്. അങ്ങനെ ഈ മനുഷ്യൻ സൗഖ്യപ്പെടാൻ തയ്യാറായി. അവൻ ആ കുടുംബത്തിന് സൗഖ്യം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ പ്രതികരണമെന്ന് പറയുന്നത്, വീടിന് ചുറ്റും ഇങ്ങനെ
നടന്ന് അനുഷ്ഠാനങ്ങൾ ചെയ്യുക. അങ്ങനെ നടക്കുന്ന ആളുകളുടെ എണ്ണം പെരുകുന്നുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, സാത്താനുമായിട്ടുള്ള ബന്ധത്തിൽ, അവൻ്റെ പോരാട്ടത്തിൽ ഈ വചനങ്ങളും ഈ പ്രാർത്ഥനകളും എല്ലാം നമുക്ക് ആവശ്യമാണ്. ജപമാല ആയുധമാണ്, വചനം ആയുധമാണ്, പ്രയോഗിക്കണം. പക്ഷേ നാം വരുത്തി വെക്കുന്ന ആന്തരിക വിഷയങ്ങൾക്ക് പരിഹാരം ഈ പുറത്തെ അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഇങ്ങനെ ചുറ്റും നടന്ന് ജപമാലകൾ ചൊല്ലുന്നതുമല്ല. ആന്തരിക മുറികൾ വേറൊരു വകുപ്പാണ്, വേറൊരു വിഷയമാണ്. രണ്ടാമതായിട്ട് ഈ വീട്ടിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ വീട്ടിൽ ദുർഗന്ധം വമിക്കുകയാണ്. രണ്ടാമത് സാധാരണ ചെയ്യുന്ന ഒരു കാര്യം, ഈ ആൾക്കാരെല്ലാം വിളിച്ചു പറയുകയാണ്. ഓടി നടന്ന് എല്ലാവരെയും വിളിച്ചു പറയുക, നീ അറിഞ്ഞോ, എനിക്ക് പറ്റണില്ല, സഹിക്കാൻ പറ്റണില്ല, വല്ലാത്ത വിഷമമാക്കി. ആളുകൾ, പ്രിയപ്പെട്ടവരെ, നമ്മളോടൊപ്പം അല്പനേരമൊക്കെ കൂടെ നിന്നിട്ട് പറയും, ഹോ കഷ്ടമായിപ്പോയി, എന്നാ ദുർഗന്ധമാണ്, വീട് കുളമാക്കിയല്ലോ. ഇങ്ങനെയൊക്കെ അവർ പറയും. പക്ഷേ വെളിയിലേക്ക് ഇറങ്ങി എന്നാ പറയുന്നറിയോ? കണക്കായിപ്പോയി. അങ്ങനെയും പറയാൻ സാധ്യതയുണ്ട്. ദുബായിക്ക് പോയിരിക്കുകയാണ്, ഇങ്ങനെ വേണം, അങ്ങനെയും പറയുന്ന ആളുകൾ കാണും. അതുകൊണ്ട് നമുക്ക് ഈ ആളുകളോടെല്ലാം ഓടി നടന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട്. ചില ആളുകളൊക്കെ കൂടെ നമ്മളെടുത്ത് വന്ന് കൗൺസിലിങ്ങിന് ഇരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കൗൺസിലിംഗ് നടത്തുന്നവരുണ്ട്. ഇങ്ങനെ കാലുപൊള്ളി നടക്കുന്നവരോട് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ സ്വയംകൃത അനർത്ഥങ്ങൾ എല്ലാവരോടും എഴുന്നള്ളിച്ചിട്ട് കാര്യമില്ല. മൂന്നാമത്തെ ഒരു പ്രതികരണമുണ്ട്. എന്താണെന്നറിയാമോ? അതിൻ്റെ പേരാണ് ഡിഫൻസ് മെക്കാനിസം. അതായത് ഈ ദുബൈയിൽ നിന്ന് വന്ന ചേട്ടനും ചേച്ചിയും കഥകൊക്കെ തുറന്നിട്ട് സ്പ്രേ കൊണ്ടൊരു പ്രയോഗം നടത്തും. അല്പനേരത്തേക്കൊരു ഡെലിവറൻസ്, അല്പനേരത്തേക്കൊരു വിടുതൽ. പക്ഷേ കുറെ കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ പന്നിയിലയുടെയും സ്പ്രേയുടെയും കൂടെ മിശ്രിതമായൊരു കെട്ട മണം ഇങ്ങ് വരും. പ്രിയപ്പെട്ടവരെ, ഈ ഡിഫൻസ് മെക്കാനിസംസ് ഇൻ ദ ലോങ് റൺ ഇറ്റ് വിൽ ഫെയിൽ. ഇത് മനസ്സിലാക്കിക്കൊള്ളണം. നാം ചില ആന്തരിക മുറിവുകളിലേറ്റാൽ, ചതവുകളിലേറ്റാൽ, ചില ആളുകൾ മദ്യത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക്, തെറ്റായ ബന്ധങ്ങളിലേക്ക്, തെറ്റായ ചിത്രങ്ങളിലേക്ക്, ഇതിൽ നിന്നെല്ലാം ഓടി ഒളിക്കും. കുറച്ചു നാളത്തേക്ക്, അല്പനാളത്തേക്ക് അകന്നു നിന്നാൽ ശരിയാകുമെന്നാണ് ധാരണ. ഒരിക്കലും ബൈബിൾ അത് പഠിപ്പിക്കുന്നില്ല. അത് വഴികളുമല്ല. ഡിഫൻസ് മെക്കാനിസം കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം തളർന്നു പോകും. അല്പനേരത്തെ ഒരു ആശ്വാസം കിട്ടും. പക്ഷേ സമയം കിട്ടുമ്പോൾ, തക്കം കിട്ടുമ്പോൾ വീണ്ടും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പുറത്തു വരും. നേരം ഇതിനെ നേരിടാൻ പറ്റാത്ത വിധം അത് രാക്ഷസീയ ഭാവം പ്രാപിച്ചിട്ടുണ്ടാകും. നാലാമത്തെ ഒരു രീതിയുണ്ട്, അതാണ് ആത്മഹത്യ. അതായത് ഈ ചേട്ടൻ വിചാരിക്കുകയാണ്, എനിക്കിനി ഈ വീട് വേണ്ട. പെട്രോൾ ബങ്കിൽ ചെന്ന് 5 ലിറ്റർ പെട്രോൾ വാങ്ങിച്ചൊരു ചുറ്റിനും ഒഴിച്ചിട്ട് ഒറ്റക്കത്തീര് ജീവിതം മതിയാക്കി പോകുക. കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതും ക്രിസ്തീയ വഴിയല്ലെന്ന് നമുക്കറിയാം. എന്താണ് അഞ്ചാമത്തെ വഴി? പ്രസാദാത്മകമായ വഴി. അതാണ് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഹൃദയം തകർന്ന അമ്മ, വ്യാകുലവാളേറ്റ അമ്മ നമ്മെ ഈശോയുടെ മുൻപിൽ നിന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ട ദൈവ പൈതലെ, നിന്നെ സ്നേഹിക്കുന്ന എൻ്റെ മകൻ നിൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്താൻ കഴിവുള്ളവനാണ്. ഞാൻ നിങ്ങൾക്കൊരു വചനം ഇന്ന് തരാൻ ആഗ്രഹിക്കുന്ന വചനം നിങ്ങൾക്ക് പരിചിതമായ വചനമാണ്. പക്ഷേ ഈ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ സമയം ആന്തരികമായി മുറിവേറ്റ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രാർത്ഥിക്കണം. റോമർ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയായി പരിണമിപ്പിക്കും. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിണമിപ്പിക്കും. എവല്യൂഷൻ എന്നൊരു വാക്കാണ്. ദൈവത്തിന് നിനക്ക് സംഭവിച്ച ഈ ദുരിതങ്ങളെ, ഈ ചതവുകളെ, മുറിവുകളെ നന്മയാക്കി മാറ്റിത്തരാൻ പറ്റും. ക്രമേണ ദൈവത്തിന് ഈ മുറിവിനെ നന്മയാക്കി മാറ്റാൻ പറ്റും. ഇത് പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ കരം പിടിച്ച് ഈ വചനം ഏറ്റെടുക്കുന്ന ഈ നിമിഷം തന്നെ ഈ ആഘാതത്തിൻ്റെ ശക്തി കുറയ്ക്കും. നാം ഏറ്റിരിക്കുന്ന ആഘാതത്തിൻ്റെ ശക്തി ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കും. വചനം കേട്ടിരിക്കുമ്പോൾ തന്നെ ശുദ്ധി കൈവരും. വീണ്ടും പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മെ സ്നേഹിക്കുന്ന ഒരുവൻ നമുക്ക് വേണ്ടി മുറിവേറ്റു. യെശയ്യാ 53:4-5 വചനങ്ങൾ. ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, അതിക്രമങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ ഞങ്ങൾക്ക് രക്ഷ നൽകി, അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ്
മനുഷ്യൻ്റെ വിമോചനത്തിന്, സൗഖ്യത്തിനുള്ള ഏക വഴി. അതുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിക്കുക, ഈ വചനം ഏറ്റുപറയുക. മുറിവേറ്റ് കഴിയുന്നവരെ, ജീവിതം മതിയാക്കാൻ ഒരുമ്പെടുന്നവരെ, നിങ്ങളെ പരിശുദ്ധ അമ്മ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന പാഠം ഇതാണ്: വിഷമിക്കരുത്, തളരരുത്, എൻ്റെ മോനുണ്ട്. അവൻ വന്നിരിക്കുന്നത് ജീവൻ തരാനാ, സമൃദ്ധമായ ജീവൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുറിവേറ്റ് തളർന്നു കിടക്കുന്ന അനേകരെ ഓർത്ത് പ്രത്യേകം ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം പ്രകടമായി സഞ്ചരിക്കട്ടെ. നമുക്ക് ആരാധനയ്ക്കായി ഒരുങ്ങാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനം മശിഹാ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതി സൂര്യൻ, രാജാതിരാജനം മശിഹാ. അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതി സൂര്യൻ, രാജാതിരാജനാം മശിഹാ. സദാ സ്തുതിക്കപ്പെടുവാൻ കൊതിയോടെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ എല്ലാ വേദനകളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും മുറിവുകളെയും
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സമർപ്പിക്കാം. ഈ ആരാധന ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ആരാധനയാക്കാം. വിജയം തരുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം, അവിടുത്തെ നമുക്ക് സ്നേഹത്തോടെ ആരാധിക്കാം. കോടാകോടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരും നിതാവിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശുമശിഹ. കോടാകോടിതൻ ദൂതസൈന്യവുമാ മേഘാരൂഢനായി വരും നിതാവിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരും യേശുമശിഹ. ആഹാ ദൈവമേ ആരാധന, തളർച്ചകളെ സമർപ്പിച്ച് യേശുവേ ആരാധന, ഹൃദയവേദനകളെ സമർപ്പിച്ച് മനക്ലേശങ്ങളെ സമർപ്പിച്ച് എല്ലാ പീഡകളെയും ഓർത്ത് ദൈവമേ ആരാധന, കർത്താവേ രക്ഷിക്കണേ. ഞങ്ങളുടെ ആത്മാവ് ദുഃഖപൂർണമാണപ്പാ. ഞങ്ങളുടെ ജീവൻ പാതാളത്തിന്റെ വക്കിലാണപ്പാ. ദുഃഖം കൊണ്ട് ഞങ്ങളുടെ കണ്ണുകൾ മങ്ങിപ്പോകുന്ന ഈശോയെ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നവനാണല്ലോ. ആരാധിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ അമ്മ. ആരാധന ഈശോയെ, നന്ദി ദൈവമേ. ഹല്ലേലൂയ ഈശോയെ, ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധനായ ശമയോൻ പ്രവചിച്ചു പരിശുദ്ധ അമ്മയോട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ആന്തരികമായി മുറിവേറ്റവരെ സമർപ്പിക്കുന്ന ദിവസമാണിന്ന്. പരിശുദ്ധ അമ്മയുടെ ജനന പെരുന്നാളിന് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഈ 8 നോമ്പിൽ നാം ചേർത്ത് പിടിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ആത്മീയമായി, ആന്തരികമായി ഹൃദയത്തിൽ വ്യഥയനുഭവിച്ച് മുറിവേറ്റ് ചതവുകളും ക്ഷതങ്ങളുമായി നടക്കുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പുറമേ നോക്കിയാൽ കുഴപ്പമില്ല എന്ന് തോന്നിയേക്കാം. പക്ഷേ അകമേ ഒരുപാട് വേദനകൾ പേറുന്നവർ, ഭാരവും ക്ലേശവും പേറുന്നവർ, അവർക്ക് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥമുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനം യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 5-ാം തിരുവചനം. ഈ വചനം അയച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ മുറിവിലേറ്റ, അവിടുത്തെ കുരിശിൻ്റെ പീഡകളിലേറ്റ എല്ലാ വേദനകളും നമുക്ക് സൗഖ്യദായകമാകട്ടെ. യെശയ്യാ 53:5 ഏറ്റു പറയാം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു,
ക്ഷതമേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നാം സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ നിയോഗത്തിൽ നമ്മോട് പക്ഷേ പങ്കുവയ്ക്കാതെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന, ദൈവത്തോട് പോലും പങ്കുവെക്കാതെ മുറിവേറ്റ് നടക്കുന്ന, മറ്റുള്ളവരാൾ ക്ഷതമേൽപ്പിക്കപ്പെട്ട ആളുകൾ, സാഹചര്യങ്ങളിൽ മുറിവേറ്റ് കഴിയുന്നവർ, ജീവിതം മതിയാക്കി പോകാമെന്ന് ചിന്തിക്കുന്നവർ, ഇവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ത്യാഗപ്രവൃത്തി മനസ്സിനേറ്റ മുറിവുകളെ സമർപ്പിച്ച് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. നമുക്ക് ആ വചനം കൂടി ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാ മുറിവേറ്റവരെയും ആന്തരികമായി ക്ഷതമേറ്റ് വേദനയോടെ ജീവിതം പോലും വേണ്ട എന്ന് വെക്കാൻ തീരുമാനിക്കുന്നവരെ സമർപ്പിക്കാം. ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നവരെ സമർപ്പിക്കാം. ഇനി എന്തിനു ജീവിക്കണമെന്ന് മനസ്സിടിഞ്ഞ് ജീവിക്കുന്നവരെ സമർപ്പിക്കാം. വിഷാദങ്ങൾക്കടിപ്പെട്ടു പോകുന്ന, നാളത്തെ എൻ്റെ ജീവിതം ശുഭകരമല്ല, നാളത്തെ ഭാവി സുരക്ഷിതമല്ല എന്ന് കരുതി ഭയപ്പെട്ട് മനസ്സിടറി കഴിയുന്നവരെ സമർപ്പിക്കാം. ഇരുകരങ്ങളും ഒന്ന് ഉയർത്തി ഈ വചനം ഒരിക്കൽ കൂടി ഏറ്റു പറയാം. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് ദുഃഖങ്ങളെയും മനസ്സിനേറ്റ മുറിവുകളെയും സമർപ്പിച്ചുകൊണ്ട് ഈ രടികൾ പാടി സ്തുതിക്കാം. അംബികേ നാഥി കന്യകേ ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസവീണ നിൻ സ്തുതിഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതിഗീതകങ്ങൾ. ദൈവജനനിയായ പരിശുദ്ധാമ്മ, അംബികേ നാഥി കന്യകേ വാഴ്ത്തുന്ന പരിശുദ്ധ ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, സകല മുറിവുകളും അറിയുന്ന അമ്മ, പാടുന്നു ഞങ്ങൾ തൻ മാനസവീണ സഹായിക്കുന്നു, സ്തുതിഗീതകങ്ങൾ. സഹായിക്കുന്നു. അമ്മേ നിൻ സ്തുതിഗീതകങ്ങൾ. അവൾ എരുതിയിൽ വാടാത്ത മുൾപ്പടർപ്പാണ്. എല്ലാ വേദനകളും ഏറ്റിട്ടും തളരാതെ പോയവരാണ്. അവളുടെ ഹൃദയത്തിൽ മുറിവേറ്റിട്ടും അവളുടെ ഹൃദയത്തിലൂടെ വാൾ തുളച്ചു കയറിയിട്ടും പിന്നെയും മനസാന്നിധ്യം നഷ്ടപ്പെടാതെ ദൈവത്തിന് വേണ്ടി ജീവിച്ചവളാണവൾ. തിരുസഭയുടെ മാതാവാണ്, എൻ്റെ കുടുംബത്തിൻ്റെ അമ്മയാണ്. ചേർന്ന് പാടി അമ്മയുടെ മാധ്യസ്ഥം യാചിക്കും. ദൈവജനനീയംനദേ എരുതിയിൽ തീരാത്ത മുൾപ്പടർപ്പേ, ദൈവജനനീയംനദേ എരുതിയിൽ തീരാത്ത മുൾപ്പടർപ്പേ, കാവലായി തീരണേ എന്നാത്മാവിൻ കന്മഷി
കൽമഷമെല്ലാം കഴുകിടണേ. അംബികെ നാദി കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസവീണൈ നിൻ സ്തുതിഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതിഗീതകങ്ങൾ. കരങ്ങളുയർത്തി എന്നോട് സ്തുതിക്കാമോ? പരിശുദ്ധമ്മയോടൊപ്പം സ്തുതിക്കാം. അമ്മ തിരുക്കുമാരൻ്റെ തിരുച്ചോരയാൽ മുറിവുകൾ കഴുകട്ടെ. പ്രതിവിധികളൊന്നും ലോകം തരുന്നതല്ല, ലോകത്തിൻ്റെ പ്രതിവിധികളൊന്നും സൗഖ്യത്തിന് കാരണമാവില്ല. യേശുവിൽ ശരണപ്പെടുവാൻ, അവിടുന്ന് തരുന്ന സൗഖ്യം സ്വീകരിക്കുവാൻ ഈ സമയം നമ്മളെ ഒരുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം സഹായകനായ പരിശുദ്ധനെ എഴുന്നള്ളി വരണമേ. പ്രിയപ്പെട്ടവരെ, ഈ ലോകം നൽകുന്ന പ്രതിവിധികളൊന്നും നമ്മളേറ്റ മുറിവുകൾക്ക് സൗഖ്യദായകമാവില്ല എന്ന് നാം കണ്ടു. പുറമേയുള്ള അനുഷ്ഠാനങ്ങളും വിധികളുമൊന്നും നാം വരുത്തിവെച്ച സ്വയംകൃത അനർത്ഥങ്ങൾക്ക് പരിഹാരമല്ല. നമ്മുടെ മനസ്സുകൾ ചതഞ്ഞിരുന്നാൽ, നമ്മൾ ഏറ്റവും മുറിവേറ്റവരായി മാറിയാൽ, നമ്മൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ നാം വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്രതീക്ഷിതമായി നമ്മിൽ നിന്ന്, ഈ മുറിവിൽ നിന്ന് വലിയ ശക്തി പുറപ്പെടും. അതനേകരെ മുറിപ്പെടുത്തും, തകർക്കും. അനേകരുടെ ജീവിതത്തെ തകർത്ത് കളയും. അതിനാൽ ഈ മുറിവുകൾ സൗഖ്യപ്പെടണമെന്നുള്ളത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ്, നമ്മുടെ ആത്മരക്ഷയ്ക്ക് അനിവാര്യമാണ്. ഇല്ലായെങ്കിൽ സുവിശേഷത്തിൻ്റെ ആനന്ദം അനുഭവിക്കാനോ, ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കാനോ, തിരുസഭയുടെ നിക്ഷേപങ്ങൾ തുറന്നു കിട്ടാനോ നമുക്ക് സാധിക്കാതെ പോകും. അതിനാൽ ആദ്യത്തെ പടി സൗഖ്യപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ്. പുറമേയുള്ള അനുഷ്ഠാനങ്ങളല്ല, മറിച്ച് ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ക്ഷണിക്കുക. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ ആഗ്രഹിക്കുക. അവിടുത്തെ തിരുരക്തം കൊണ്ട് മുറിവുകൾ കഴുകാൻ വേണ്ടി അവനോട് പറയുക. പൗലോസ് ശ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത് എന്ന് പറയുമ്പോൾ അവസാനം പറയുന്നുണ്ട്, എന്നാൽ സർവശക്തനായ ദൈവം യേശു ക്രിസ്തു വഴി എന്നെ രക്ഷിച്ചിരിക്കുന്നു. ക്രിസ്തു വഴി പരിശുദ്ധ പിതാവേ അങ്ങേക്ക് മഹത്വം. കാരണം പിതാവിൻ്റെ പ്രിയമകനായ യേശു ക്രിസ്തുവിൻ്റെ തിരുവവതാരവും രക്ഷാകരമായ കുരിശുമരണവും ഈ ദുർഭകാവസ്ഥയിൽ നിന്ന് പൗലോസിനെ രക്ഷിച്ചു എന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവാണ് സൗഖ്യം തരുന്നത്. അതുകൊണ്ട് ഈ വചനമൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം തിരുവചനം, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 102:4 ഈ പ്രാർത്ഥന കൂടെ നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരമരുളണമേ. എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു. കർത്താവേ കരുണയാകണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു. കർത്താവേ കരുണയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എല്ലാ മക്കളും ഇപ്പോൾ കരങ്ങൾ ഉയർത്തി അങ്ങ് ഒരിക്കൽ കൂടി സ്തുതിക്കുകയാണ്. ഈരടികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. രക്ഷിക്കണമേ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ. വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു. ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഞാനിതാ മുങ്ങിപ്പോകാൻ പോകുന്നു. എൻ്റെ മനസ്സിടിഞ്ഞു പോകുന്നു. എൻ്റെ മനസ്സിൻ്റെ ഭാരവും മുറിവും എന്നെ നിരന്തരം വേട്ടയാടുന്നു. സൗഖ്യം തരണമേ അപ്പ, സൗഖ്യം തരണമേ അപ്പ. എൻ്റെ മനക്ലേശത്തിൽ നിന്ന് മോചിപ്പിക്കണമേ.
ഹൃദയവേദനകൾ ശമിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവിലാവിൽ ഒഴുകും തിരുച്ചൂരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്നെൻ പൊന്നു കർത്താവേ. പാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ ഒഴുകും തിരുച്ചൂരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്നെൻ പൊന്നു കർത്താവേ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആശ്വാസം സ്വീകരിച്ചുകൊണ്ട് ചേർന്ന് പാടാം. തിരുവിലാവിൽ ഒഴുകും തിരുച്ചൂരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്നെൻ പൊന്നു കർത്താവേ. പരിശുദ്ധ അമ്മേ, 7 വ്യാകുലങ്ങളാൽ ഹൃദയം പിളർക്കപ്പെട്ട അമ്മേ, ഈശോ മിശിഹായ്ക്ക് വേണ്ടിയും ഈശോ മിശിഹായോടുകൂടെയും അമ്മ സഹിച്ച വേദനകളുടെയും അമ്മ ചിന്തിയ രക്തക്കണ്ണീരിൻ്റെയും യോഗ്യതയാണ് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ രോഗങ്ങളും വേദനകളും ഞങ്ങളുടെ ആന്തരിക മുറിവുകളും വ്യാകുലങ്ങളും മുറിവേറ്റ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേൽ തളിക്കണമേ. തിരുക്കുമാരൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. തിരുവിലാവിൽ ഒഴുകും തിരുച്ചൂരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്നെൻ പൊന്നു കർത്താവേ. കാൽവരി യാത്രയിൽ പരിശുദ്ധ അമ്മ ഈശോയെ കണ്ടുമുട്ടുമ്പോൾ കുരിശു ചുമന്നുകൊണ്ട് കൊലമരത്തിലേക്ക് നടന്നു നീങ്ങുന്ന മകനെ കണ്ടപ്പോൾ അമ്മയ്ക്കുണ്ടായ വ്യാകുലത്തിൻ്റെ യോഗ്യതയാണ്. മുറിവേറ്റ അമ്മയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ യോഗ്യതയാണ്. എൻ്റെ മുറിവുകളുടെ മേൽ സൗഖ്യമുണ്ടാകട്ടെ. അവൻ്റെ ശരീരത്തിൽ നിന്നൊഴുകിയിറങ്ങിയ 5 തിരുമുറിവുകളിൽ നിന്നൊഴുകിയിറങ്ങിയ തിരുരക്തത്താൽ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ ഒഴുകും തിരുച്ചൂരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്നെൻ പൊന്നു കർത്താവേ. ശിരസ് മുതൽ പാദം വരെ മുറിവേറ്റ എൻ്റെ ഈശോ, ചേതനയേറ്റ തിരുക്കുമാരൻ്റെ ശരീരം മടിയിൽ കിടത്തിയപ്പോൾ അമ്മയ്ക്കുണ്ടായ വ്യാകുലം, അമ്മേ, നമ്മുടെ വിമല ഹൃദയത്തിലേക്ക് കയറിയ ആ കുന്തപ്പാടിനാൽ ഞങ്ങളുടെ മനസ്സിനേറ്റ എല്ലാ ചതവും, ഞങ്ങളെ മുറിവേൽപ്പിച്ചവർ, ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചവർ, ഞങ്ങളുടെ ചിന്തകളെ വാക്കുകളെ നിരന്തരം വേട്ടയാടുന്നവർ, ഞങ്ങളുടെ തീരുമാനങ്ങളെ അവഹേളിച്ചവർ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും വരുമാനങ്ങളെയും വഴിമുടക്കിയവർ, കർത്താവേ, അവരോടെല്ലാം സൗഖ്യപ്പെടും. അവർക്കെല്ലാം സൗഖ്യം കൊടുക്കണം. അവരുടെയും ഞങ്ങളുടെയും ആന്തരിക മുറിവുകൾ സൗഖ്യപ്പെടുത്തണം. മനസ്സിനേറ്റ മുറിവുകളെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വേദനിപ്പിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചേർന്ന് പാടാം. തിരുവിലാവിൽ ഒഴുകും തിരുച്ചൂരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്നെൻ പൊന്നു കർത്താവേ. തിരുവിലാവിൽ ഒഴുകും തിരുച്ചൂരത്തുള്ളിയാ കഴുകേണമെന്നെ ഇന്നെൻ പൊന്നു കർത്താവേ. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ സൗഖ്യം തരാൻ, ആശ്വാസം തരാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഈ ആരാധനയിൽ നമ്മൾ ഇടപെടുകയാണ്. എല്ലാ മക്കളെയും സമർപ്പിക്കും. വേദനപ്പെട്ട് കഴിയുന്നവരെ, അകലങ്ങളിൽ കഴിയുന്നവരെ, മുറിഞ്ഞു മാറി നിൽക്കുന്നവരെ, നമ്മളെ മനസ്സിലാക്കാതെ പോകുന്നവരെ സമർപ്പിക്കാം. അവരേൽപ്പിക്കുന്ന ക്ഷതങ്ങൾ, ചതവുകൾ സൗഖ്യപ്പെടട്ടെ, സൗഖ്യപ്പെടട്ടെ. യെശയ്യാ 51:11 തിരുവചനം പറയും, കർത്താവ് തെരഞ്ഞെടുത്തവർ സിയോനിലേക്ക് ഗാനാലാപത്തോടെ തിരിച്ചു വരും. സന്തോഷവും ആഹ്ലാദവും അവരിൽ നിറയും. ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്. വിശ്വസിക്കണം. വെളിപാടിൻ്റെ പുസ്തകം 21-4 തിരുവചനം പറയും, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. ഇനി മരണമുണ്ടാവുകയില്ല,
ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. ആശ്വാസദായകൻ്റെ തുളയ്ക്കപ്പെട്ട കരം നമ്മുടെ മേൽ വെച്ച് നമ്മെ ആശ്വസിപ്പിക്കാൻ ഒരിക്കൽ കൂടി ഈശോയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാം. യേശുവേ ആരാധന, ഈശോയേ ആരാധന, ആത്മാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാതാവിനോടുള്ള ഇന്നത്തെ പ്രാർത്ഥന. ഏറ്റവും സ്നേഹാർഹയായ മാതാവേ, എൻ്റെ എല്ലാ ശാരീരിക രോഗങ്ങളിലും ആത്മീയ വ്യാധികളിലും അങ്ങൻ്റെ അഭയവും ശരണവുമാകണമേ. എണ്ണമറ്റ രോഗികൾ അങ്ങുവഴി സുഖം പ്രാപിക്കുന്നല്ലോ. എൻ്റെ എല്ലാ പീഡകളിൽ നിന്നും എനിക്ക് മോചനം വാങ്ങിത്തരണമേ. അഥവാ അവയെ ക്ഷമാപൂർവം സഹിക്കാനുള്ള വരമേകണമേ. അതുവഴി ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി എൻ്റെ സഹനങ്ങളും പീഡകളും വഴി എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ കൃപയേകണമേ. ആമേൻ. അംബികേ നാഥേ കന്യകേ, ത്രിലോകരാജ്ഞിയായി മേവും മോളെ, പാടുന്നു ഞങ്ങൾ തൻ മാനസവീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ.